ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ഭരണഘടന എന്നത് PSCയുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ വന്ന് കാണാറുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഭരണഘടന എന്ന ഭാഗത്തിൽ നിന്ന് SCERTയിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഭരണഘടനാ നിർമ്മാണ സഭ, അവയുടെ സവിശേഷതകളാണ്. നോക്കി, ഇത്രയും വൃത്തിയായിട്ട് ഭംഗിയായിട്ട് SCERTയിൽ കൊടുത്തിട്ടുണ്ട്. നമ്മളിത് ഓരോന്നും നോക്കാൻ പോവാണ്. ഭരണഘടനാ നിർമ്മാണ സഭ നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം ആണ്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ കാലയളവ്. ആദ്യ സമ്മേളനം എപ്പോഴാണ് നടന്നത്? നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. ആദ്യ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9-നാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ്? 1949 നവംബർ 26-നാണ്. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയത്. ഓക്കെ, അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പോയിന്റ്സ് എന്തൊക്കെയാണ്? നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസമാണ്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-നാണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആണ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് 1949 നവംബർ 26-നാണ്. നിലവിൽ വന്നത് 1950 ജനുവരി 26-നുമാണ്. ഓക്കെ ആണല്ലോ. ഇത് കണ്ടോ, ഇപ്രകാരം കൂടി SCERT കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9-ന് ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഓക്കെ, ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ കരട് തയ്യാറാക്കി. വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടനാ നിർമ്മാണ സഭ 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. എന്നാണ് ഭരണഘടനാ ദിനം? നവംബർ 26-ആണ്. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. അപ്പോൾ ഇവിടെ എന്തൊക്കെ പോയിന്റ്സ് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്? 1946 ഡിസംബർ 9-നാണ് ആദ്യ സമ്മേളനം. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പിന്നീട് തിരഞ്ഞെടുത്തു. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി. 1949 നവംബർ 26-ന് ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. നവംബർ 26-ആണ് ഭരണഘടനാ ദിനം. 1950 ജനുവരി 26-ന് ഇന്ത്യ റിപ്പബ്ലിക്കായി മാറി. ഓക്കെ, ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഓക്കെ ആണല്ലോ.
എഴുതി തയ്യാറാക്കുന്നതിനായിട്ട് എടുത്ത കാലയളവ് എത്രയാണ്? 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായിട്ട് വേണ്ടി വന്നത് 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ്. നമ്മളിവിടെ റിപ്പബ്ലിക് ആയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് നമുക്ക് നോക്കണ്ടേ? നോക്കാം. എല്ലാ വർഷവും ജനുവരി 26-ന് നാം റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നു. 1950 ജനുവരി 26-നാണ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത്. ഭരണഘടന നിലവിൽ വന്നതോടുകൂടി ഇന്ത്യ ഒരു റിപ്പബ്ലിക്കായി മാറി. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവനായുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. ഇന്ത്യയുടെ രാഷ്ട്രത്തലവനായ പ്രസിഡന്റ് തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് റിപ്പബ്ലിക് എന്ന് മനസ്സിലായല്ലോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സത്തയും ഭരണഘടനയുടെ താക്കോലുമാണ് ആമുഖം എന്ന് പറയാം. ഭരണഘടനയുടെ ഉദ്ദേശവും ലക്ഷ്യവും ആമുഖത്തിൽ വ്യക്തമാക്കുകയും കൃത്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സ്ഥിതി സമത്വം, 2. ജനാധിപത്യം, 3. റിപ്പബ്ലിക്, പിന്നീട് മതേതരത്വം, പരമാധികാരം. ഇന്ത്യ ഒരു പരമാധികാര, സ്ഥിതി സമത്വ, മതേതരത്വ, ജനാധിപത്യ റിപ്പബ്ലിക് ആണ്. ഓക്കെ, അപ്പൊ പരമാധികാരം എന്താണ്? ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരമാണ് പരമാധികാരം. സ്ഥിതി സമത്വം സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. മതേതരത്വം ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. ജനാധിപത്യം ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു എന്നതാണ് ജനാധിപത്യം. റിപ്പബ്ലിക് രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന സവിശേഷതകൾ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ് പാർലമെന്ററി ഭരണ സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നത്. പാർലമെന്ററി സമ്പ്രദായം, മൗലിക അവകാശങ്ങൾ, മൗലിക കർത്തവ്യങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നിയമവാഴ്ച, സംയുക്ത വ്യവസ്ഥ, എഴുതപ്പെട്ട ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്നും കൂടി നോക്കാം. ഫെഡറലിസം അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം എന്നത്. ഇന്ത്യയുടേത് ഒരു ഫെഡറൽ സിസ്റ്റമാണ്. അപ്പോൾ എന്താണ് ഫെഡറലിസം? അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വിഭജിക്കപ്പെടുന്ന സംവിധാനമാണ് ഫെഡറലിസം. ഏക പൗരത്വം രാജ്യത്ത് ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായിട്ട് പ്രത്യേക പൗരത്വമില്ല. അമേരിക്കയിലൊക്കെ ഉള്ളതുപോലെ 2 പൗരത്വമില്ല. ഇന്ത്യയിൽ ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. അതാണ് ഏക പൗരത്വം. പാർലമെന്ററി ജനാധിപത്യ ഭരണം രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകൾ നിയന്ത്രിക്കുന്നു എന്നതാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണം. രാജ്യത്തെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നത്. ജനങ്ങളുടെ പരമാധികാരം രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ജനങ്ങളിൽ നിന്നാണ്. അതാണ് ജനങ്ങൾക്കുള്ള അധികാരം. പരമാധികാരം വരുന്നത് രാഷ്ട്രത്തിന്റെ എല്ലാ അധികാരങ്ങളും ഉത്ഭവിക്കുന്നത് ജനങ്ങളിൽ നിന്നാണ്. ഇനി മൗലിക അവകാശങ്ങളും മൗലിക കടമകളുമാണ്. മൗലിക അവകാശങ്ങൾ ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട ചില അടിസ്ഥാന അവകാശങ്ങളുണ്ട്. ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. മൗലിക കടമകളോ ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ് മൗലിക കടമകൾ. മാർഗനിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായി രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വത്തിലുള്ളത്. സാമൂഹിക സാമ്പത്തിക അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതിനായിട്ട് രാഷ്ട്രത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിയമവാഴ്ച
എല്ലാ പൗരരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. ഇതാണ് നിയമവാഴ്ചയുടെ ആശയം. എല്ലാ പൗരന്മാരും നിയമത്തിന് വിധേയരാണ്, ആരും നിയമത്തിന് അതീതരല്ല. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. നിശ്ചിത പ്രായം പൂർത്തിയാക്കിയ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥയാണ് ഇന്ത്യക്കുള്ളത്. നിയമനിർമ്മാണ സഭ കാര്യനിർവഹണ വിഭാഗങ്ങളിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട ഒരു കോടതി സംവിധാനമാണ് ഇന്ത്യയിലുള്ളത്. നിയമനിർമ്മാണ സഭയുടെയും കാര്യനിർവഹണ വിഭാഗത്തിൻ്റെയും യാതൊരുവിധ ഇടപെടലുകളും ഈ കോടതിയിൽ വരില്ല. പൂർണ്ണമായിട്ടും സ്വതന്ത്രമാക്കപ്പെട്ട കോടതി സംവിധാനമാണ് ഇന്ത്യയുടേത്. അതാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് സമത്വത്തിനുള്ള അവകാശം. അതിനു മുന്നേ ചോദിക്കട്ടെ, ഇന്ത്യയിൽ എത്ര മൗലിക അവകാശങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്? ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലിക അവകാശങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6 എണ്ണമാണ് കേട്ടോ. 6 എണ്ണം. അപ്പം മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. 14 മുതൽ 18 വരെ സമത്വത്തിനുള്ള അവകാശമാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24 എന്നിവയാണ്. ആർട്ടിക്കിൾ 23, 24. ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23 24 പ്രതിപാദിക്കുന്നത്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 മുതൽ ആർട്ടിക്കിൾ 28 വരെയാണ് മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശത്തെക്കുറിച്ച് ആർട്ടിക്കിൾ 29 30 പറയുന്നു. ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 പറയുന്നു. ഓക്കെ, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നത് ആർട്ടിക്കിൾ 32 പറയുന്നു. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14, 18. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19, 22. ചൂഷണത്തിനെതിരായുള്ള അവകാശം ആർട്ടിക്കിൾ 23, 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25, 28. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ആർട്ടിക്കിൾ 29, 30. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 32 പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ ഇത് എഴുതപ്പെട്ട ഭരണഘടനയാണെന്നറിയാമല്ലോ. അതായത് ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ളത് ഇന്ത്യയിലാണ്. അപ്പോൾ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവിടങ്ങളിലൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യ, അമേരിക്കൻ ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക. ഇനി എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളാണ് ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് എന്നിവ. ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് എന്നിവിടങ്ങളിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുമാണ് ഉള്ളത്. ചുവടെ തന്നിട്ടുള്ളവയിൽ എഴുതപ്പെട്ട ഭരണഘടന ഉള്ള രാജ്യങ്ങൾ ഏവ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഉപകാരപ്പെടുന്നതായിരിക്കും കേട്ടോ. അടുത്ത നോക്കാം. റിട്ടുകൾ എന്ന് പറഞ്ഞൊരു ഭാഗം കൂടെ കൊടുത്തിട്ടുണ്ട്. മൗലിക അവകാശ സംരക്ഷണത്തിനായി 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും അധികാരമുണ്ട്. ഏതൊക്കെയാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വ വാറന്റോ, സെറിഷ്യറി, പ്രൊഹിബിഷൻ എന്നിവയാണവ. അപ്പോൾ 5 റിട്ടുകൾ നമ്മൾ പറഞ്ഞു. ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, ക്വ വാറന്റോ, സെറിഷ്യറി, പ്രൊഹിബിഷൻ. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? സുപ്രീം കോടതിയുടേത് ആർട്ടിക്കിൾ 32 ഹൈക്കോടതിയുടേത് ആർട്ടിക്കിൾ 226 ആണ്. സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 32. ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 226. ഇനി റിട്ടുകൾ നോക്കുകയാണെങ്കിൽ ഹേബിയസ് കോർപ്പസ് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. ശരീരം ഹാജരാക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരീരം ഏറ്റെടുക്കാം എന്ന അർത്ഥത്തിൽ വരുന്നതാണ് ഹേബിയസ് കോർപ്പസ്. ഓക്കെ, ഇനി മാൻഡമസ് നോക്കുകയാണെങ്കിൽ വി കമാൻഡ് അല്ലെങ്കിൽ നാം കൽപ്പിക്കുന്നു, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു എന്ന രീതിയിൽ എന്ന അർത്ഥത്തിൽ ലാറ്റിൻ പദമാണ്
മാൻഡമസ് എന്നത്. ഈ മാൻഡമസിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരായോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കെതിരായോ മാൻഡമസ് പുറപ്പെടുവിക്കാൻ കഴിയില്ല. ഇന്ത്യയുടെ രാഷ്ട്രപതിക്കെതിരായോ ഒരു സംസ്ഥാനത്തിൻ്റെ ഗവർണർക്കെതിരായോ മാൻഡമസ് റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നിങ്ങനെ പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതേതാണെന്നറിയോ? അതാണ് ആർട്ടിക്കിൾ 361. ആർട്ടിക്കിൾ 361 മാൻഡമസ് അത്തരത്തിൽ പ്രയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ. ക്വാ വാറണ്ടോ എന്താണ്? ക്വാ വാറണ്ടോ എന്ത് അധികാരം അല്ലെങ്കിൽ എന്ത് അധികാരത്തിലാണ് എന്ന അർത്ഥത്തിലാണ് ക്വാ വാറണ്ടോ ഉപയോഗിക്കുന്നത്. ഓക്കെ. പ്രൊഹിബിഷൻ എന്താണ്? പ്രൊഹിബിഷൻ സെർഷ്വറി പറയാം. സെർഷ്വറി സാക്ഷ്യപ്പെടുത്തുക, ടു ബി സർട്ടിഫൈഡ് അല്ലെങ്കിൽ ടു ബി ഇൻഫോംഡ്, പൂർണ്ണ വിവരം നൽകുക, സാക്ഷ്യപ്പെടുത്തുക എന്ന അർത്ഥത്തിലാണ് സെർഷ്വറി പറയുന്നത്. പ്രൊഹിബിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഫോർബിഡ് അല്ലെങ്കിൽ തടയുക എന്നർത്ഥമാണ്. പ്രൊഹിബിഷൻ എന്താണ്? തടയുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ 5 റിട്ടുകളും വ്യക്തമാണല്ലോ. ഇനി SCERTയിലെ കുറച്ച് ആർട്ടിക്കിൾ നോക്കൂ. ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്കുകളാണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം എന്നതാണ്. അതായത് ആർട്ടിക്കിൾ 32 ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ്. ഇപ്രകാരം പറഞ്ഞതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി മൗലിക അവകാശങ്ങൾ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളാണ് ഇവിടെ പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. നോക്കാം. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനായുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സംസാരത്തിനും ആശയപ്രകടനത്തിനുമുള്ള സ്വാതന്ത്ര്യം, ആയുധങ്ങൾ കൂടാതെ സമാധാനപരമായി സമ്മേളിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇത് കൂടാതെ സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം, ഏത് തൊഴിലിലും വ്യാപാര വാണിജ്യ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്നതിനുള്ള സ്വാതന്ത്ര്യം, ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള സംരക്ഷണം, 6 മുതൽ 14 വയസ്സുവരെയുള്ള എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അന്യായമായ അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള സംരക്ഷണം, ഇവയൊക്കെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ ഉൾപ്പെടുന്നവയാണ്. ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും സംരക്ഷണം. ഭരണഘടന അനുസരിച്ച് നിയമാനുസൃത നടപടിയിലൂടെ അല്ലാതെ ഒരു വ്യക്തിയുടെ ജീവനോ സ്വാതന്ത്ര്യമോ ഹനിക്കപ്പെടരുത്. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാൻ പാടില്ല. ഈ അവകാശം അടിയന്തരാവസ്ഥ കാലത്തും നിഷേധിക്കാനായിട്ട് പാടില്ല. ഭരണാധികാരികളുടെ ഏകാധിപത്യ പ്രവണതകളെ തടയാൻ ഈ അവകാശം ജനങ്ങളെ സഹായിക്കുന്നു. ഇനി ഭരണഘടന ന്യൂനപക്ഷങ്ങൾക്ക് ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവരുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. ന്യൂനപക്ഷങ്ങളുടെ ഭാഷ, ലിപി, സംസ്കാരം എന്നിവയുടെ സംരക്ഷണം. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശം. മതസ്വാതന്ത്ര്യത്തിന് അവകാശം എന്തൊക്കെയാണ് ഉറപ്പു നൽകുന്നത്? മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ സ്വതന്ത്രമായി ഏത് മതത്തിലും വിശ്വസിക്കുന്നതിനും ആചരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള സ്വാതന്ത്ര്യം. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിനു വേണ്ടി നികുതികൾ കൊടുക്കാൻ നിർബന്ധിക്കുന്നതിനെതിരായ അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഏതെങ്കിലും പ്രത്യേക മതത്തിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടി നികുതികൾ കൊടുക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരല്ല. അതിന് നിർബന്ധിക്കപ്പെടുന്നതിനെതിരായിട്ടുള്ള അവകാശവും ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന ചില ഇനങ്ങൾ കൂടി നോക്കാം. സൗജന്യ നിയമസഹായം, സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ, അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ. സൗജന്യ നിയമസഹായം,
ആർട്ടിക്കിൾ 39A പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 39A തുല്യനീതിയും പാവപ്പെട്ടവർക്ക് സൗജന്യ നിയമസഹായവും നൽകണമെന്ന് അനുശാസിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം ആർട്ടിക്കിൾ 39 ഡിയിലാണ്. 39ന്റെ സബ് ക്ലോസ് ഡിയിലാണ്. ഇത് ആർട്ടിക്കിൾ 39A തന്നെയാണ് കേട്ടോ. ഇത് അമെൻമെൻ്റ് ആണ്. ആർട്ടിക്കിൾ 39A എന്നത് ഇത് 39 സബ് ക്ലോസ് ഡി ആണ്. ആർട്ടിക്കിൾ 39 ഡിയിലാണ് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന ആശയം പറയുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കൽ ആർട്ടിക്കിൾ 46 പ്രതിപാദിക്കുന്ന വിഷയമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെയും മറ്റ് ദുർബല വിഭാഗങ്ങളുടെയും വിദ്യാഭ്യാസപരവും സാമ്പത്തികപരവുമായിട്ടുള്ള താൽപ്പര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുക എന്നത്. അവരെ ഉപരിവർഗത്തിന്റെ ചൂഷണത്തിന് വിധേയമാകാതെ സംരക്ഷിക്കാനും ഈ ഒരു ആർട്ടിക്കിൾ പറയുന്നുണ്ട് കേട്ടോ. ആർട്ടിക്കിൾ 46. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തൽ ആർട്ടിക്കിൾ 51A ആർട്ടിക്കിൾ 51 സബ് ക്ലോസ് എയിലാണ് ഈ ഒരു കാര്യം പരാമർശിക്കുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് പ്രയത്നിക്കേണ്ടതാണ് എന്ന് ആർട്ടിക്കിൾ 51 സബ് ക്ലോസ് എയിൽ പറയുന്നു. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. അടുത്ത നോക്കാം. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട കമ്മീഷനാണ് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കീഴിലാണ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉള്ളത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പരിചരണം, ക്ഷേമം, നീതി തുടങ്ങിയവയാണ് കമ്മീഷന്റെ ലക്ഷ്യങ്ങൾ. കേരളത്തിൽ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിനായി കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പ്രവർത്തിച്ചു വരുന്നു. അപ്പോൾ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന് കീഴിലാണ്. 2007 മാർച്ച് 5 കമ്മീഷൻ നിലവിൽ വന്നത്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉള്ളത്. ഇനി കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇത് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വന്നത് 1993 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥ പരിഗണിച്ച് പ്രസ്തുത ജനവിഭാഗങ്ങളെ സംവരണ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക എന്നതും കമ്മീഷന്റെ ചുമതലയിൽപ്പെടുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ചുമതലകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനു മുന്നേ ഒന്നുകൂടി നോക്കാം. കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ നിലവിൽ വരുന്നത് എന്നാണ് 1993 3 വർഷമാണ് കമ്മീഷന്റെ ഔദ്യോഗിക കാലാവധി. അപ്പോൾ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷന്റെ ചുമതലകൾ ഇവിടെ കൊടുത്ത് നോക്കാം. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള വിവിധ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച റിപ്പോർട്ടുകൾ സർക്കാരിന് സമർപ്പിക്കുക. റിപ്പോർട്ടുകൾ ആർക്കാണ് സമർപ്പിക്കുന്നത്? സർക്കാരിനാണ്. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കുക. പിന്നോക്ക വിഭാഗങ്ങൾക്കായുള്ള ഭരണഘടനാ വ്യവസ്ഥകളും നിയമങ്ങളും കാര്യക്ഷമമായി നടക്കുന്നു എന്ന് ഉറപ്പാക്കുക. പിന്നോക്ക വിഭാഗങ്ങൾ നേരിടുന്ന അതിക്രമങ്ങൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിനും നീതി ഉറപ്പാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകുക. പിന്നോക്ക പദവി സംബന്ധിച്ച് ആവശ്യങ്ങൾ പരിശോധിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരുകൾക്ക് സമർപ്പിക്കുക. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. 2013 ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് സംസ്ഥാന ഗവൺമെന്റാണ്. 3 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. ഭരണഘടനാനുസൃതമായി മതഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നത് ന്യൂനപക്ഷ കമ്മീഷന്റെ ചുമതല
ചുമതലയാണ്. ഈ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമായി നടപടികൾ ശുപാർശ ചെയ്യുന്നത് കമ്മീഷനാണ്. 2013 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 4 അംഗങ്ങളാണുള്ളത്. കമ്മീഷനിൽ ഇവരെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന ഗവൺമെന്റ് ആണ്. എത്ര വർഷമാണ് ഔദ്യോഗിക കാലാവധി? 3 വർഷമാണ്. ഓക്കെ. സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. 1996 മാർച്ച് 14 തിരുവനന്തപുരമാണ് ആസ്ഥാനം. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? തിരുവനന്തപുരമാണ്. കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരാണ്? കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. 5 വർഷമാണ് അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി. സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന നീതി നിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ഉചിതമായ തീരുമാനങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുക, അതുമായി ബന്ധപ്പെട്ട നടപടികളിൽ സർക്കാരിന് റിപ്പോർട്ട് നൽകുക തുടങ്ങിയവ കമ്മീഷന്റെ ചുമതലകളിൽ പെടുന്നു. 1996 മാർച്ച് 14 കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ആദ്യത്തെ ചെയർപേഴ്സൺ കവയിത്രി സുഗതകുമാരി ആയിരുന്നു. ചെയർപേഴ്സണെ കൂടാതെ 4 അംഗങ്ങൾ ചേർന്നതാണ് സംസ്ഥാന വനിതാ കമ്മീഷൻ. എത്രയാണ് ഔദ്യോഗിക കാലാവധി വരുന്നത്? അംഗങ്ങളുടെ ഔദ്യോഗിക കാലാവധി 5 വർഷമാണ്. അന്താരാഷ്ട്ര വനിതാ ദിനം, ഇന്റർനാഷണൽ വിമൻസ് ഡേ ആണ് ഇനി നോക്കുന്നത്. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക, സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും വിവേചനങ്ങളും തടയുക, സാമൂഹിക മുന്നേറ്റത്തിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക തുടങ്ങിയ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നത്. മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം. അന്താരാഷ്ട്ര വനിതാ ദിനം എപ്പോഴാണ്? മാർച്ച് 8. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുക, രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക രംഗങ്ങളിലെ എല്ലാതരം വിവേചനങ്ങൾക്കും അതീതമായി സ്ത്രീകളുടെ ശാക്തീകരണം ഉറപ്പുവരുത്തുക തുടങ്ങിയവയാണ് ഈ ദിനാചരണത്തിലൂടെ ഐക്യരാഷ്ട്ര സംഘടന ലക്ഷ്യം വെക്കുന്നത്. ഇത് കണ്ടോ, ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. 1993 പാർലമെന്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷന് രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷന്റെ ചെയർമാൻ. ജസ്റ്റിസ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ. അദ്ദേഹത്തെയാണ് പിക്ചറിലൂടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതിയിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. സംസ്ഥാന തലത്തിൽ നോക്കുകയാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. 1998 കേരള സംസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലും ഉള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്.
ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു ബോക്സ് ആയിട്ട് കൂടി കൊടുത്തിട്ടുണ്ട്, നമുക്കതുകൂടി നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും കമ്മീഷന്റെ അധ്യക്ഷൻ. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. ആരാണ് മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ അംഗങ്ങളെ നിയമിക്കുന്നത്? ഗവർണറാണ്. 1998 ഡിസംബർ 11 നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. അധ്യക്ഷൻ ആരായിരിക്കും? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് കൂടി ഓർത്തിരിക്കുക. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലും സംസ്ഥാനതല തിരഞ്ഞെടുപ്പ് കമ്മീഷനുകളുണ്ട്. 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിലവിൽ വന്നു. ഭരണഘടനയുടെ 243 അല്ലെങ്കിൽ 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണിത് രൂപീകരിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തിരഞ്ഞെടുപ്പിനുള്ള മേൽനോട്ടവും നിയന്ത്രണവും തുടങ്ങിയ ചുമതലകൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ നിർവഹിക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങളുടെ സംവരണ സ്ഥാനങ്ങൾ നിശ്ചയിക്കുന്നതും കമ്മീഷനാണ്. കേരള സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഡിസംബർ 3 73, 74 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ സംസ്ഥാനങ്ങളിൽ നിലവിൽ വന്നത്. ഓക്കെ, ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243 243 എന്നീ അനുച്ഛേദങ്ങൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. ദേശീയ സമ്മതിദായക ദിനം അല്ലെങ്കിൽ നാഷണൽ വോട്ടേഴ്സ് ഡേ. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കുന്നത്. 2011 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. 2011 മുതലാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത്? 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സ്ഥാപക ദിനം എന്ന നിലയിലാണ് ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്. രാജ്യത്തെ എല്ലാ വോട്ടർമാരെയും തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിനും സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് ദേശീയ സമ്മതിദായക ദിനം ആചരിക്കുന്നത്. ഓക്കെ, ജനുവരി 25 സമ്മതിദായക ദിനം. 2011 മുതലാണ് ആചരിച്ചു തുടങ്ങിയത്. 1950 ജനുവരി 25 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി ഇത് നോക്കിക്കേ, സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇനി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവിടങ്ങളിലേക്കും സ്വതന്ത്രവും നീതിപൂർവകവുമായ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. 3 അംഗങ്ങളുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3 അംഗങ്ങളുള്ളതാണ് കമ്മീഷൻ. ഓക്കെ, 3 അംഗങ്ങളാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ളത്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയിൽ പൊതുവെ 2 തരം തിരഞ്ഞെടുപ്പ് രീതികളാണുള്ളത്. 1 പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ്, 2 പരോക്ഷ തിരഞ്ഞെടുപ്പ്. ലോകസഭ, സംസ്ഥാന നിയമസഭ, പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യക്ഷ തിരഞ്ഞെടുപ്പും രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, രാജ്യസഭ എന്നിവിടങ്ങളിൽ പരോക്ഷ തിരഞ്ഞെടുപ്പുമാണ് നടക്കുന്നത്. പൊതുവെ ഇലക്ഷൻ നടക്കുന്നത്
ജനാധിപത്യ രാജ്യത്ത് സാധാരണയായി സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വോട്ട് രേഖപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അല്ലെങ്കിൽ അഡൽട്ട് ഫ്രാഞ്ചൈസി, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത്? സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത് മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു. 1950 ജനുവരി 26 മുതൽ നിലവിലുണ്ട്. ഭരണഘടനാ അനുച്ഛേദം 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെ പരാമർശിക്കുന്നു. ഈ ഒരു ആശയത്തെ പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 326 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 വയസ്സായിരുന്നു. 1989 വരെ വോട്ടവകാശത്തിനുള്ള പ്രായം 29 വയസ്സായിരുന്നു. 1989 61 ഭരണഘടനാ ഭേദഗതി വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായി കുറച്ചു. 1989 61 ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സായിട്ട് കുറച്ചു. ഇനി നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കാം. വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കുന്നതിനുള്ള വേദിയാണ് ഗ്രാമസഭ. നഗരങ്ങളിൽ ഇതിനെ വാർഡ് സഭ എന്നും പറയുന്നു. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാം. ചർച്ചകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറയാൻ അവർക്കെല്ലാം അവസരമുണ്ട്. വാർഡിൽ നടപ്പാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ ഗ്രാമസഭയിൽ കൂട്ടായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് വാർഡിൽ നിന്നും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളാണ്. ഈ ജനപ്രതിനിധികൾ ഗ്രാമസഭകളിൽ വാർഡ് മെമ്പർ എന്നും ഈ ജനപ്രതിനിധി ഗ്രാമങ്ങളിൽ വാർഡ് മെമ്പർ എന്നും നഗരങ്ങളിൽ കൗൺസിലർ എന്നും അറിയപ്പെടുന്നു. ഒരു ചോദ്യം കണ്ടിട്ടുണ്ടായിരുന്നു, വാർഡ് സഭയിൽ അല്ലെങ്കിൽ ഗ്രാമസഭയിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള രീതിയിൽ. അപ്പോൾ കഴിയും. വാർഡിലെ എല്ലാ വോട്ടർമാർക്കും ഗ്രാമസഭയിൽ അല്ലെങ്കിൽ വാർഡ് സഭയിൽ പങ്കെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് ഗ്രാമസഭകൾ? ഒരു പ്രദേശത്തിൻ്റെ ഭരണ വികസന പ്രക്രിയയിൽ എല്ലാ ജനങ്ങൾക്കും പങ്കാളികളാകാനും തീരുമാനങ്ങൾ എടുക്കാനും അവസരം ലഭിക്കുന്ന വേദികളാണ് ഗ്രാമസഭകൾ. ഒരു ഗ്രാമപഞ്ചായത്തിലെ ഓരോ വാർഡിലെയും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കപ്പെട്ട മുഴുവൻ ജനങ്ങളും ഗ്രാമസഭയിൽ അംഗങ്ങളാണ്. നഗരങ്ങളിൽ ഇവ വാർഡ് സഭകൾ എന്നും അറിയപ്പെടുന്നു. അത് ക്ലിയർ ആണല്ലോ. ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നോക്കാം. ഗ്രാമപ്രദേശങ്ങളിലെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളായ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയവയും നഗരപ്രദേശങ്ങളിലെ ഭരണസ്ഥാപനങ്ങളായ മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ എന്നിവയും ഉൾക്കൊള്ളുന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ഏതൊക്കെയാണ്? ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ ഇവ ചേർന്നതാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണം. ഈ വാക്കുകൾ ആരുടേതാണ്? മഹാത്മാഗാന്ധി. ജനാധിപത്യം ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി പറയുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം എന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കനുമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നടത്തുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യം, എബ്രഹാം ലിങ്കൻ. ഓക്കെ, ഇത് രണ്ടോന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി കേരള നിയമസഭ. കേരള സംസ്ഥാനത്തിൻ്റെ നിയമനിർമ്മാണ സഭയാണ് കേരള നിയമസഭ. തിരുവനന്തപുരമാണ് നിയമസഭയുടെ ആസ്ഥാനം. കേരള നിയമസഭയുടെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. 1888 സ്ഥാപിച്ച തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ, 1904 സ്ഥാപിതമായ ശ്രീമൂലം പ്രജാസഭ, 1949 തിരുക്കൊച്ചി നിയമനിർമ്മാണ സഭ എന്നിവ കേരള നിയമസഭയുടെ വഴികാട്ടികളാണ്. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം 1957 ഏപ്രിൽ 27 എല്ലാ വർഷവും ഏപ്രിൽ 27 നിയമസഭാ ദിനമായി ആചരിക്കുന്നു. നിയമസഭാ ദിനം എന്നാണ് ഏപ്രിൽ 27. കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം നടന്ന ദിവസമാണ് ഏപ്രിൽ 27, 1957. ഇനി പോക്സോ ആക്ട് 2012. പോക്സോ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012.
ലിംഗപദവി വ്യത്യാസമില്ലാതെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിനായി നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് അല്ലെങ്കിൽ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012. അന്താരാഷ്ട്ര തലത്തിൽ 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ഈ നിയമം നടപ്പിലാക്കിയിട്ടുള്ളത്. 1989 നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ടാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്. ഓക്കെ, നോക്കിക്കേ, നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട് PSC 1098. ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ 1098 ആണ്. നവംബർ 20 ലോക ബാലാവകാശ സംരക്ഷണ ദിനം. ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനം. ഇനി ബാലനീതി നിയമം 2015. സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്തുന്നതിനായി 2015 നിലവിൽ വന്ന നിയമമാണ് ബാലനീതി നിയമം. കുട്ടികളെ ഉപദ്രവിക്കുക, അവഗണിക്കുക, ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുക, അടിമവേല ചെയ്യുക, ലഹരി വസ്തുക്കൾ നൽകുക, അതിൻ്റെ വിൽപ്പനയ്ക്കായി കുട്ടികളെ ഉപയോഗിക്കുക തുടങ്ങിയവ ഈ നിയമമനുസരിച്ച് ശിക്ഷാർഹമാണ്. ഇത്തരം അവകാശ ലംഘനങ്ങൾ ഉണ്ടായാൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. ഇനി വിദ്യാഭ്യാസ അവകാശ നിയമം 2009. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പു നൽകുന്നു. ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷനും പ്രവർത്തിക്കുന്നുണ്ട്. ബാലവേല വിരുദ്ധ നിയമം 1986. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് അനുശാസിക്കുന്ന നിയമമാണ് ബാലവേല നിരോധന നിയമം 1986. 14 വയസ്സാണ് കേട്ടോ, ഓർത്തിരിക്കുക. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാണ് എന്ന് പറയുന്നു. കൈലാഷ് സത്യാർത്ഥി 2014 മാലാലയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്നു. കൈലാഷ് സത്യാർത്ഥി 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വ്യക്തിയാണ്. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ചത് കൈലാഷ് സത്യാർത്ഥിയാണ്. ബാലവേലയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്നത്. ഈ ഒരു ബോക്സ് കൂടി നമുക്കൊന്ന് പഠിക്കാനുണ്ട്. വിദ്യാഭ്യാസം മൗലിക അവകാശം. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കപ്പെട്ടത് 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായത്. ഈ വ്യവസ്ഥകൾ ഭരണഘടനയിൽ 21A വകുപ്പായി ചേർത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലിക അവകാശമായിട്ട് പറയുന്നത്. ഈ ഭേദഗതി അനുസരിച്ച് 2009 ഓഗസ്റ്റ് 4 നിലവിൽ വന്ന നിയമമാണ് വിദ്യാഭ്യാസ അവകാശ നിയമം 2009. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതാണ് പ്രസ്തുത നിയമം. നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ആർട്ടിക്കിൾ 21A ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇത് നിലവിൽ വന്നത്. 2009 ഓഗസ്റ്റ് 4 നിലവിൽ ഒരു നിയമം വരുന്നു. ഏതാണ്? വിദ്യാഭ്യാസ അവകാശ നിയമം 2009. അതിലാണ് ഇപ്രകാരം പറയുന്നത്: 6 മുതൽ 14 വയസ്സുവരെ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തണം എന്ന്. ഓക്കെ ആണല്ലോ. ഇനി ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് നോക്കാം. 1976 42 ഭേദഗതി വഴിയാണ് മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്തത്. ഭരണഘടനയിൽ വേറെയും ചില മാറ്റങ്ങൾ ഈ ഭേദഗതിയിലൂടെ വരുത്തിയിരുന്നു. സുപ്രധാനമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയിരുന്നതിനാൽ ഈ ഭേദഗതിയെ ചെറു
ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ആമുഖത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി? മതേതരത്വം, സോഷ്യലിസം, അഖണ്ഡത എന്നീ വാക്കുകൾ ആമുഖത്തിൽ കൂട്ടിച്ചേർത്തു. ഏതാണ് ഭേദഗതി? 42ാം ഭരണഘടനാ ഭേദഗതി 1976. ഇതിനെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് നോക്കിക്കുക, ഈ ഒരു കാര്യം കൂടെ. 1973 കാസർഗോഡ് എടനീർ മഠത്തിന്റെ അധിപതിയായിരുന്ന കേശവാനന്ദ ഭാരതി കേരള സർക്കാരിനെതിരെ നൽകിയ കേസിലായിരുന്നു ഭരണഘടനയുടെ അടിസ്ഥാന ഘടന യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചത്. ബേസിക് സ്ട്രക്ചർ മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞത്, ഭരണഘടനയുടെ അടിസ്ഥാന ഘടന യാതൊരുവിധ മാറ്റവും വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. 1973. അടുത്തത്, ഇന്ത്യയിലെ ഗവൺമെൻറ് നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, ഇത്തരത്തിൽ 3ആയിട്ടാണ് ഇന്ത്യയിലെ ഗവൺമെൻറ് ഉള്ളത്. നിയമനിർമ്മാണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ലോകസഭ, രാജ്യസഭ. കാര്യനിർവഹണ വിഭാഗത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിസഭ, ഉദ്യോഗസ്ഥ വൃന്ദം എന്നിവരാണ്. നീതിന്യായ വിഭാഗത്തിൽ സുപ്രീം കോടതി, ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവയും ഉൾപ്പെടുന്നു. സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത കോടതിയാണ്. ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതിയുമാണ് സുപ്രീം കോടതി. രാജ്യത്തെ പരമോന്നത കോടതി, ഇന്ത്യ മുഴുവൻ അധികാര പരിധിയുള്ള കോടതി. ഹൈക്കോടതികൾ സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്ന കോടതികളാണ് ഹൈക്കോടതികൾ. ജില്ലാ കോടതികൾ ജില്ലകളിൽ ഉണ്ടാകുന്ന കേസുകൾ പരിശോധിക്കുന്നു. സബ് കോടതികൾ, മുൻസിഫ് കോടതികൾ, മജിസ്ട്രേറ്റ് കോടതികൾ എന്നിവ താലൂക്ക് തലത്തിലുള്ള കേസുകളും പരിശോധിക്കുന്നു. എന്താണ് ലോക് അദാലത്ത് എന്നുകൂടി നോക്കാം. സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും അധികം പണച്ചെലവില്ലാതെ നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ചില നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് ലോക് അദാലത്ത് എന്നത്. ലോക് അദാലത്ത് എന്നാൽ ജനങ്ങളുടെ കോടതി എന്നാണ് അർത്ഥം. സന്നദ്ധ സ്വഭാവമുള്ള ഒരു നീതിന്യായ സംവിധാനമാണിത്. കക്ഷികൾക്ക് താൽപ്പര്യമെങ്കിൽ കേസ് തീർപ്പാക്കുന്നതിന് ലോക് അദാലത്തിനെ സമീപിക്കാം. കൂടിയാലോചനകളിലൂടെയും ഒത്തുതീർപ്പിലൂടെയും കേസ് തീർപ്പാക്കുവാൻ അദാലത്ത് കക്ഷികളെ പ്രേരിപ്പിക്കുന്നു. കേസുകൾ കഴിയുന്നത്ര വേഗം തീർപ്പാക്കുക, കാലതാമസം ഒഴിവാക്കുക, ഇവയൊക്കെയാണ് ലോക് അദാലത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ലോക് അദാലത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ? ജനങ്ങളുടെ കോടതിയാണ് ലോക് അദാലത്ത്. പണച്ചെലവില്ലാതെയും പെട്ടെന്നും കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലോക് അദാലത്ത് ഉപയോഗിക്കുന്നത്. ഓക്കെ, നമ്മുടെ ഗവൺമെൻറ്റിന് 3 വിഭാഗങ്ങളുണ്ട്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞു. ഗവൺമെൻറ് കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം, നിയമനിർമ്മാണ വിഭാഗം. അപ്പോൾ നിയമനിർമ്മാണ വിഭാഗത്തിൽ നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നു. കാര്യനിർവഹണ വിഭാഗത്തിൽ നിയമങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. നീതിന്യായ വിഭാഗത്തിൽ നിയമങ്ങളെ വ്യാഖ്യാനിക്കുകയുമാണ് ചെയ്യുന്നത്. പാർലമെൻറ്റ് സമ്മേളനങ്ങൾ. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിലുള്ള കാലാവധി എത്രയാണ്? മാക്സിമം 6 മാസമാണ് കേട്ടോ. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവരുതെന്ന് ഭരണഘടന അനുശാസിക്കുന്നു. എല്ലാ വർഷവും ഇന്ത്യൻ പാർലമെൻറ്റ് 3 തവണ സമ്മേളിക്കുന്നു. വർഷകാല സമ്മേളനം, ശീതകാല സമ്മേളനം, വേനൽക്കാല സമ്മേളനം എന്നീ പേരുകളിൽ അവ അറിയപ്പെടുന്നു. രാജ്യസഭ ചില സാഹചര്യങ്ങളിൽ 4 സമ്മേളനങ്ങൾ ചേരാറുണ്ട്. അപ്പോൾ മാക്സിമം ഇടവേള എത്രയാണ് എന്ന ചോദ്യം ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ 2 സമ്മേളനങ്ങൾക്കിടയിൽ 6 മാസത്തിൽ കൂടുതൽ ഇടവേള ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, രാഷ്ട്രപതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമാണോ? അംഗമല്ല. രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമല്ല. എന്നാൽ അദ്ദേഹം പാർലമെൻറ്റിൻ്റെ അവിഭാജ്യ ഘടകമാണ്. പാർലമെൻറ്റ് സമ്മേളനം വിളിക്കുക, സംയുക്ത സമ്മേളനത്തിൽ അഭിസംബോധന ചെയ്യുക, ബില്ലുകൾക്ക് അംഗീകാരം നൽകുക എന്നീ ചുമതലകൾ നിർവഹിക്കുന്നതിനാലാണ് രാഷ്ട്രപതി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഭാഗമാകുന്നത്. അപ്പോൾ രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമാണോ? അല്ല കേട്ടോ, രാഷ്ട്രപതി പാർലമെൻറ്റിൻ്റെ അംഗമല്ല. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം ചേരുന്നത്. ഇതൊന്ന് പോയിൻ്റായിട്ട് ഓർത്ത് വയ്ക്കുക. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കറുടെ അധ്യക്ഷതയിലായിരിക്കും സംയുക്ത സമ്മേളനം നടക്കുന്നത്. ഇത് ചോദ്യങ്ങളായിട്ട്, ഇത് രണ്ടും ഓരോ ചോദ്യങ്ങളായിട്ട് കണ്ടിട്ടുണ്ട്. പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ലോകസഭാ സ്പീക്കർ ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത്, അതും ചോദിച്ചിട്ടുണ്ട്. സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? അപ്പോൾ വിളിച്ചു ചേർക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നതുകൊണ്ട് അധ്യക്ഷത വഹിക്കുന്നത് രാഷ്ട്രപതിയല്ല, ലോകസഭാ സ്പീക്കറാണെന്ന് ഓർത്തിരിക്കുക.
അടുത്തൊരു പോയിന്റ്, ധനബില്ല്. ഒരു ധനബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാൻ പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നുണ്ട് കേട്ടോ. ഒരു ധനബില്ല്, മണി ബില്ല്, ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് ലോകസഭയിൽ മാത്രമേ ആദ്യം അവതരിപ്പിക്കാനായിട്ട് പാടുള്ളൂ എന്ന് ഭരണഘടന അനുശാസിക്കുന്നു. ഇനി ലോക്പാലും ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയുന്നതിന് രൂപം നൽകിയിരിക്കുന്ന സ്ഥാപനങ്ങളാണ് ലോക്പാലും ലോകായുക്തയും. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിനായി രൂപം നൽകിയ സ്ഥാപനമാണ് ലോക്പാൽ. ദേശീയ തലത്തിൽ ലോക്പാൽ. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും ലോക്പാലിന് അധികാരമുണ്ട്. ഓക്കെ, അപ്പോൾ ലോക്പാൽ കണ്ടു. സംസ്ഥാന തലങ്ങളിൽ അഴിമതി കേസുകൾ പരിശോധിക്കുന്നതിന് രൂപം നൽകിയ സ്ഥാപനമാണ് ലോകായുക്ത. ഓക്കെ, ദേശീയ തലത്തിൽ ലോക്പാലും സംസ്ഥാന തലത്തിൽ ലോകായുക്തയുമാണ് ഉള്ളത്. ഓക്കെ, ഇനി ഓംബുഡ്സ്മാനെ കൂടി നോക്കാം. ഇനി ഓംബുഡ്സ്മാൻ, ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അഴിമതിയോ സ്വജനപക്ഷപാതമോ ധനദുർവിനിയോഗമോ ചുമതലകളിൽ വീഴ്ചയോ വരുത്തിയാൽ അതിനെതിരെ പരാതികൾ നൽകാം. അതിനുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ എന്നത്. അഴിമതി തടയുന്നതിനായിട്ടുള്ള മറ്റൊരു സംവിധാനമാണ് ഓംബുഡ്സ്മാൻ. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. സർവീസിൽ നിന്ന് വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്. ജനങ്ങൾക്ക് നേരിട്ട് പരാതിയുമായി ഓംബുഡ്സ്മാനെ സമീപിക്കാം. അഴിമതി തടയുന്നതിന് ദേശീയ തലത്തിൽ രൂപം നൽകിയ സ്ഥാപനമാണ് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ. 1964 ഇത് നിലവിൽ വന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഓഫീസുകളുമായി ബന്ധപ്പെട്ട് അഴിമതി തടയുന്നതിന് വേണ്ടിയാണ് ഇതിന് രൂപം നൽകിയിട്ടുള്ളത്. അപ്പോൾ CVC അല്ലെങ്കിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ 1964 നിലവിൽ വന്നതെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്തതായി നമുക്ക് അധികാര വിഭജനം അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് പവറിനെ കുറിച്ച് നോക്കാം. 7ാം പട്ടികയിൽ എപ്രകാരമാണ് കൊടുത്തിട്ടുള്ളതെന്ന്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതാണ് നമ്മൾ നോക്കുന്നത്. യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് യൂണിയൻ ലിസ്റ്റ് എന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഇവിടെ സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമുള്ളത്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിന് ഉദാഹരണം എന്തൊക്കെയാണ്? SCERTയിൽ കൊടുത്തിട്ടുള്ള ഉദാഹരണങ്ങൾ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. നോക്കാം. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം ഇവയെല്ലാം യൂണിയൻ ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം എന്നിവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഇനി സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സംസ്ഥാന ലിസ്റ്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ ചോദ്യം കണ്ടിട്ടില്ലേ? താഴെ തന്നിരിക്കുന്നവയിൽ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടവ ഏതൊക്കെ, ഉൾപ്പെടാത്തവ ഏതൊക്കെ എന്ന രീതിയിലൊക്കെ. അപ്പോൾ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതൊക്കെയാണ്? കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവയാണ്. അടുത്തത് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണ് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ ഇവയെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ ഇവയെല്ലാം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. അവസാനത്തേതാണ് റെസിഡ്വറി പവേഴ്സ് അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരങ്ങൾ. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്തതായ വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. ഇവയിൽ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഓക്കെ, റെസിഡ്വറി പവേഴ്സ് അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരങ്ങളിൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഉദാഹരണം സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? റെസിഡ്വറി പവറിലാണ് പെടുന്നത് കേട്ടോ. മേലെ പറഞ്ഞ 3 ലിസ്റ്റിലും ഉൾപ്പെടുന്നില്ല. റെസിഡ്വറി പവറിൽ
അല്ലെങ്കിൽ അവശേഷിക്കുന്ന അധികാരത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്നായിട്ട് പഠിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.